വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഇന്ത്യയുടെ സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നോക്കിയ വണ്ടിയായിരുന്നു അപ്രിലയുടെ SR160 എന്ന് പറഞ്ഞ വണ്ടി. ആ ഒരു വണ്ടി ആ സമയത്തിന് ഹിറ്റുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ 125cc അവർ ഇറക്കിയായിരുന്നു. ഇപ്പോൾ ഇത് അതിൻ്റെ പവർ കൂടിയ 175cc ആയിട്ട് അപ്രില വന്നേക്കുകയാണ്. ഉടനെ തന്നെ ഈ വണ്ടി മാർക്കറ്റിൽ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഡിസൈൻ നോക്കിയാണെങ്കിൽ കാര്യമായിട്ട് വലിയ മാറ്റമൊന്നും പറയാനില്ല. ഏതാണ്ട് SR160 പോലെ ഇരിക്കുന്നത്. ലുക്കിൽ ചെറിയ മാറ്റം ഒരു കൊണ്ടുപോകുന്നുണ്ട്. ഹെഡ് ലാമ്പ് നോക്കിയാണെങ്കിലും ചെറിയ ചെറിയ എലമെൻ്റൊക്കെ മാറ്റി ഒരു ഫ്രഷ് ലുക്ക് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു ഫേസ് ലിഫ്റ്റ് പോലെ തന്നെ. പിന്നെ പുതിയ ഗ്രാഫിക്സും പുതിയ കളേഴ്സൊക്കെ അവർ ആഡ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ പുതിയ കുറച്ച് ഫീച്ചേഴ്സ് കണ്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ പുതിയൊരു TFT കൺസോൾ കണ്ടുണ്ട്. അതായത് നമ്മൾ അപ്പറിലയുടെ RS457 കണ്ടതാണ്ട് സെയിം കൺസോളാണ് ഇതിലും അവർ കൊടുത്തേക്കുന്നത്. ആ ഒരു വലിപ്പമുള്ള അതേപോലത്തെ ഒരു കൺസോൾ ഇതിൽ വന്നിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ, ഫോൺ കണക്ടിവിറ്റി, മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് അത്യാവശ്യം പുതിയ വണ്ടിയിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. പിന്നെ പുതിയ സ്വിച്ച് ഗിയറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അത് തന്നെ നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാറുള്ള ആ ഒരു സ്വിച്ച് വഴി നമുക്ക് ഈ ഒരു സ്ക്രീൻ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ പഴയ SR160 ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ്. ആ ഒരു എഞ്ചിനെ റീബോർ ചെയ്ത് കുറച്ചുകൂടെ വലുതാക്കി 175cc ആക്കി മാറ്റിയെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ വേണ്ട പവറിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഏകദേശം 2 bhp പവർ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ 2 Nm ടോർക്കും ഈ ഒരു വണ്ടിക്ക് കൂടുതലായിരിക്കും. ഇപ്പം നിലവിൽ നോക്കുകയാണെങ്കിൽ SR160ക്ക് ഏകദേശം 11 PS പവറും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഏകദേശം 12 Nm ടോർക്കും വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 13 PS ഒരു 14 Nm ടോർക്കുള്ളൊരു സ്കൂട്ടറായിരിക്കും. അത്യാവശ്യം നല്ല പവർഫുൾ ആയ ഒരു എഞ്ചിനായിരിക്കും അവർക്ക് ഇതിന് കിട്ടാൻ പോകുന്നത് ഈ ഒരു അപ്ഡേഷന് ശേഷം. അതേപോലെ നോക്കിയാലും വില നോക്കിയാലും വലിയ മാറ്റമൊന്നും കാണത്തില്ല. ഇത്ര അപ്ഡേറ്റ്സ് ഇവർ കൊടുത്തിട്ടും ഏകദേശം 5000 രൂപയോളം വില കൂടുതലെന്നാണ് പറഞ്ഞേക്കുന്നത്. നിലവിലുള്ള മോഡൽ നോക്കുകയാണെങ്കിൽ 130 എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പം ഒരു 135 ആ ഒരു റേഞ്ചിൽ ഈ വണ്ടിക്ക് പ്രൈസ് ഉണ്ടാകത്തുള്ളൂ. വലുതായിട്ട് പ്രൈസ് കൂടുതലെന്നും അവർ പറയുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഡ്രൈവർ നോക്കുകയാണെങ്കിൽ നമ്മുടെ യമഹയുടെ എയറോക്സ് ആണ്. എയറോക്സ് നോക്കുകയാണെങ്കിൽ വേറൊരു ലെവൽ സ്കൂട്ടറാണ്. ആ ഒരു നമ്മൾ R15 കണ്ട ആ സെയിം ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ആ ഒരു വണ്ടിയിൽ വരുന്നത്. ഏകദേശം 15 PS പവർ ആ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന നേരത്ത് ഈ വണ്ടി ഏകദേശം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ ഈ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു എയർ കൂൾഡ് എഞ്ചിനാണ്. എയറോക്സ് വരുന്ന ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. പക്ഷേ വില ഒരു മെയിൻ കാര്യം തന്നെയാണ്. എയറോക്സിന് ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് മേലെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വണ്ടിക്ക് പ്രൈസ് അത്യാവശ്യം കുറവാണ്. ഈ ഒരു പ്രൈസ് അത്യാവശ്യം നമുക്ക് പവർഫുൾ ആയ ഒരു സ്കൂട്ടർ കിട്ടും. പിന്നെ കാണാനും അടിപൊളി ലുക്ക് തന്നെയാണ്. അത് നോക്കിയാണെങ്കിൽ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ലുക്ക് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ 14 ഇഞ്ചിൻ്റെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള അലോയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും വണ്ടിക്ക് നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു വണ്ടിയുടെ ബാക്കിലെ വ്യൂ നോക്കിയാൽ നമ്മൾ ഡുഗാറ്റിലെ കണ്ട പോലെ തന്നെ വൺ സൈഡ് അതിന് മൗണ്ട് വരുന്നുള്ളൂ. അതൊക്കെ നല്ല ലക്ഷറി ലുക്ക് ഈ ഒരു വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. കാണാൻ അത്യാവശ്യം അടിപൊളി വണ്ടി തന്നെയാണ്. പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അപ്പറിലയുടെ ഷോറൂം നോക്കുകയാണെങ്കിൽ കേരളത്തിലൊക്കെ വളരെ കുറവാണ്. അതാണ് അവരുടെ ഒരു മെയിൻ പ്രശ്നം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.